വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ ഒരു അടിപൊളി ബനാന മിൽക്ക് ഷേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ്. നല്ലൊരു പഴുത്ത ഏത്തപ്പഴം, ഒരു വലിയ ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് അരയാൻ പാകത്തിന് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല തണുത്ത പാലാണ്. തണുപ്പില്ലാത്ത പാലായാലും കുഴപ്പമില്ല, നമ്മൾ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചസാര വേണം, കുറച്ച് ഐസ് ക്യൂബ്സും വേണമെങ്കിൽ ഫ്ലേവറിന് കുറച്ച് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പക്ഷേ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഏത്തപ്പഴം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര, പിന്നെ പാല്, തണുത്ത പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരണം. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പഴമൊക്കെ നന്നായിട്ട് അരഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തി ആയിട്ടുള്ള നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ട്. ഇത് നമുക്കിനി ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പുതിനയുടെ ഇലയാണ് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് ഏത്തപ്പഴം കട്ട് ചെയ്ത് മുകളിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് വാനിലയുടെ ഐസ്ക്രീം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.